കന്യാകുമാരിയിൽ തിരുപ്പതി ബാലാജി ക്ഷേത്രമുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? കാണിച്ചു തരട്ടെ, ഞാൻ വരും. തിരുപ്പതിയിൽ പോയിട്ടൊന്ന് ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്. എത്ര നാൾ ഓൺലൈൻ ബുക്ക് ചെയ്യണം, ഇനി അവിടെ വരി നിന്ന് തൊഴുകയാണെങ്കിൽ എത്ര നേരം വരി നിൽക്കണം, അതൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു തിക്കും തിരക്കും ഞാൻ കണ്ടില്ല. ഞാൻ വന്ന സമയം ഒരു 12 മണിയാണ്. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല, എന്നാലും ഇവിടെ വലിയ തിരക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് 2019 കേട്ടോ കന്യാകുമാരിയിൽ ഓപ്പൺ ആയിട്ടുള്ളത്. തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ കീഴിലുള്ള അതേ ക്ഷേത്രമാണ്. അവിടുത്തെ പോലെ തന്നെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകളും പൂജകളും ഒക്കെ അതേപോലെ തന്നെ. ശരിക്കും ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു. കന്യാകുമാരിയിൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു ക്ഷേത്രമുള്ളതായിട്ട് മനസ്സിലായത്. 2019 ഇത് ഓപ്പൺ ആയത്. ഏകദേശം 5.5 ഏക്കറാണ് ഇതിൻ്റെ മൊത്തം കോമ്പൗണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിറയെ പടികളായിട്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. 4 ഭാഗവും നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ പോലെ തന്നെ ക്ഷേത്രം വളരെ ചെറുതാണ്, പക്ഷേ ഇതിൻ്റെ 4 ഭാഗവും അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ മനോഹരമായിരിക്കും കേട്ടോ. ആ ഒരു ഫീൽ എന്ന് പറയുന്നത് കന്യാകുമാരി ബീച്ചിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇതൊരു പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട.